എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചക്കപ്പഴം കൊണ്ട് ഒരു അടിപൊളി 4 മണി പലഹാരം തയ്യാറാക്കാം. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഞങ്ങളുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. എങ്കിൽ ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു മിക്സഡ് ജാറിലോട്ട് 15 ചക്കച്ചുളയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നല്ലതായിട്ട് പഴുത്ത വരിക്ക ചക്കയുടെ ചുളയാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് ശർക്കരയാണ് ചേർത്തിരിക്കുന്നത്. അഴുക്കില്ലാത്ത ശർക്കര ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ അഴുക്കൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ച് അരിച്ചൊഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് 4 ഏലക്ക തൊലി കളഞ്ഞത് ഇട്ട് കൊടുക്കാം. കൂടാതെ ഇതിലോട്ട് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 2 നുള്ള ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കണേ. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്തരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലോട്ട് 1/2 കപ്പ് തേങ്ങ ചിരകിയതും 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. ഈ മാവ് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർക്കാം. 1/2 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. ചക്കപ്പഴത്തിൻ്റെ നനവനുസരിച്ച് ചേർക്കുന്ന അരിപ്പൊടിയുടെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യാം കേട്ടോ. 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ലതായിട്ട് ഇതൊന്ന് കുഴച്ചെടുത്തു. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. ചക്കപ്പഴം വെച്ചിട്ടൊരു അടിപൊളി കൊഴുക്കട്ടയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതേ രീതിയിൽ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തെടുക്കണം. എല്ലാം ഇതേ രീതിയിൽ ഒന്ന് ഉരുട്ടിയെടുത്ത് വെച്ചു. ഇനി ഇത് ഇഡലിത്തട്ടി വെച്ച് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി സ്റ്റൗ കത്തിച്ച് ഇഡലിത്തട്ടും വെച്ച് കൊടുത്തു. അതിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ച് ഒരു തട്ടും വെച്ച് കൊടുത്തു. ഇതുപോലൊരു വാഴയിലയും വെച്ച് കൊടുത്തിട്ടുണ്ട്. വാഴയില ഉണ്ടെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ അത് ഒഴിവാക്കാം. ഇനി ഇതിലോട്ട് ഉരുട്ടി വെച്ചിരിക്കുന്നത് വെച്ച് കൊടുക്കണം. ഇതെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങയുടെ കൂട്ടി കഴിക്കുമ്പോഴേ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറക്കാം. നോക്കിക്കേ, ചക്കപ്പഴം വെച്ചിട്ടുള്ള കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ടിത് കുറച്ച് തണുത്തതിന് ശേഷം കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കൊഴുക്കട്ടയാണ്. ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ ചക്കയുടെ സീസണാണല്ലോ, ഇപ്പോൾ എല്ലാവർക്കും ഇത് ഉണ്ടാക്കി നോക്കാം. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. വീണ്ടും ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.